പ്രതീക്ഷിക്കാതെ കിട്ടുന്ന പല കാര്യങ്ങൾക്കും മധുരം കൂടുമല്ലേ? അതുപോലെ തന്നെയാണ് പ്രതീക്ഷിക്കാതെ നമ്മൾ പോകുന്ന യാത്രകൾക്കും ഭംഗി കൂടുമെന്ന് പറയുന്നത്. ആർക്കും ഒട്ടും പരിചിതമല്ലാത്ത ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എങ്ങനെയാണെന്നറിയാവോ എത്തിപ്പെട്ടത്? നമ്മുടെ നാട്ടിലെ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ എത്താനുണ്ടല്ലോ, ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി ഫോൺ എടുത്ത് ലൊക്കേഷൻ ഇട്ടു, നേരെ ഇവിടെ വന്നിറങ്ങി. ഇവിടെ വന്ന് കണ്ടതോടുകൂടി ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോ കുറേ നാൾ മുമ്പ് എടുത്തിട്ടതാണ് കേട്ടോ. ഏകദേശം പറഞ്ഞാൽ ഒരു 4-5 മാസമായി കാണും. നല്ല മഴയുള്ള ടൈമിലായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മഴയുള്ള ടൈമിലായിരുന്നു നമ്മൾ പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും മാക്സിമം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷേ പിള്ളേർക്ക് ഒട്ടും പേടിയില്ലായിരുന്നു. അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അവിടുന്ന് തിരിച്ചത്. അവിടുന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ അവർ വഴക്കായിരുന്നു കേട്ടോ, തിരിച്ച് കയറണ്ട പോകണ്ട എന്നുള്ള രീതിയിൽ. കുറേ നേരം ആയില്ലേന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് പേര് നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് നമ്മുടെ ഏതൊരു യാത്രയും മനോഹരമായിട്ട് മാറാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പ്രാവശ്യം പോയത്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കുറച്ച് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. മൈൻഡ് മൊത്തത്തിലൊന്ന് റിലാക്സ് ആവാനായിട്ട് സാധിച്ചു കേട്ടോ. നമ്മുടെ മെൻ്റലി സ്ട്രെസ് എന്തായാലും കുറച്ചൊക്കെ കുറഞ്ഞു കേട്ടോ അവിടെ പോയി വന്നതിന് ശേഷം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ കൂടെ വരുന്നവരും നമ്മളെ പോലെ ഒരേ മൈൻഡുള്ളവരായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ആ യാത്രയ്ക്ക് ഇരട്ടി മധുരമാണ് ഉണ്ടാകുന്നത്. എന്തായാലും എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും ഈ ഒരു സ്ഥലം ഒരുപാട് ഇഷ്ടമായി. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. നമുക്കിഷ്ടപ്പെട്ടവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ട് പോകുമ്പോഴുള്ളൊരു സുഖവും സന്തോഷവും ഉണ്ടല്ലോ, അത് എത്രയായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് കരുതി. എന്തായാലും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.